അന്ന് കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ 12, 2022 ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലാണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. അവിടെയുള്ള മോദിനഗർ പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു 6 പേരെത്തുകയാണ്. അവരുടെ മുഖത്ത് വിസിബിൾ ആയിട്ടുള്ള ഒരു ഭയം കാണാമായിരുന്നു. അപ്പോൾ ഈ ഒരു മോദിനഗർ പോലീസ് സ്റ്റേഷന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഇൻഡസ്ട്രിയൽ ഏരിയയിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. അതേപോലെ തന്നെ അത്യാവശ്യം ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഡെയിലി ബേസിസിൽ ഒരുപാടധികം കേസുകൾ വരുന്ന ഒരു പോലീസ് സ്റ്റേഷൻ തന്നെയായിരുന്നു അത്. അങ്ങോട്ടാണ് ഇവരെത്തിയത്. ഇവരൊരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എത്തിയത്. പെർമിഷനൊക്കെ വാങ്ങിയതിന് ശേഷം അവർ SIയെ കാണുമായിരുന്നു. SIയെ കണ്ടിട്ട് തങ്ങളുടെ ഫ്രണ്ടായിട്ടുള്ള അങ്കിത് 2 മാസങ്ങളായിട്ട് മിസ്സിംഗ് ആണെന്നും ആളെ വിളിച്ചിട്ട് ആൾ കോൾ എടുക്കുന്നില്ല, റിങ് പോകുന്നുണ്ടെന്നും അതേപോലെ തന്നെ ആൾ വാട്സപ്പ് ത്രൂ മാത്രം റിപ്ലൈ ചെയ്യുന്നുള്ളൂ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഈ പോലീസുകാരൻ വിചാരിച്ചത് ഇവരുടെ ഫ്രണ്ടിന് ഇവരുടെ അടുത്ത് എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ആൾ വേറെ എവിടെയെങ്കിലും പോയൊക്കെ ആയിരിക്കും. അതേപോലെ തന്നെ ആൾക്ക് ഇവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ആൾ എന്താ പറയുക മെസ്സേജും കാര്യങ്ങളും മാത്രം റിപ്ലൈ ചെയ്യുന്നത്, കോൾ എടുക്കാത്തത്. അപ്പോൾ വലിയവരായിട്ട് ബോധർ ചെയ്യണ്ടെന്നുള്ളൊരു തോട്ടായിരുന്നു ആൾക്കുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു റൈറ്ററുടെ അടുത്ത് ചെന്നിങ്ങനെ കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഓഫീസർ ഈ കേസ് അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു കാര്യം കൂടെ SIയുടെ അടുത്ത് സൂചിപ്പിക്കുകയാണ്. ആ ഒരു കാര്യം കൂടെ കേട്ടപ്പോൾ ആ കേസിലുള്ള സീരിയസ്നെസ് അദ്ദേഹം മനസ്സിലാക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ ഒരു കേസ് കാര്യക്ഷമമായിട്ട് തന്നെ അന്വേഷിക്കുകയാണ്. ഒരുപാടധികം ട്വിസ്റ്റുകളും ടേണുകളും നിറഞ്ഞ ഒരു കേസ് തന്നെയായിരുന്നു അത്. അപ്പോൾ അങ്കിത് യഥാർത്ഥത്തിൽ എവിടെയാണ് പോയത്? അയാൾക്ക് തൻ്റെ സുഹൃത്തുക്കളോട് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് അവരുമായിട്ട് സംസാരിക്കാതിരിക്കുന്നതാണോ? അല്ലാന്നുണ്ടെങ്കിൽ ആൾക്ക് സംസാരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടോ? അയാൾ ഇപ്പോൾ എവിടെയാണ്? ഇതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? പോലീസുകാർ എങ്ങനെയാണ് ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അപ്പോൾ അങ്കിത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1982 ഉത്തർപ്രദേശിലെ മുകുന്ദ്പൂറാണ് അങ്കിത് ജനിച്ചത്. ചെറുപ്പത്തിലെ തുടങ്ങി ആൾ ഭയങ്കര സ്റ്റുഡിയസ് ആയിട്ടുള്ള ഒരു പയ്യനായിരുന്നു. നന്നായിട്ട് പഠിക്കുമായിരുന്നു. മാത്സ് ആയിരുന്നു ആളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ്. അങ്ങനെയാണ് 2004 ആളുടെ PGയും കാര്യങ്ങളൊക്കെ കഴിയുന്നത്. അതിനുശേഷം അതായത് സ്റ്റാറ്റിസ്റ്റിക്സിലായിരുന്നു ആൾ PG എടുത്തത്. അതിനുശേഷം 2006 ആളുടെ MPhilഉം കാര്യങ്ങളൊക്കെ ആൾ കംപ്ലീറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് PhD ചെയ്യണം എന്നുള്ളതായിരുന്നു ആളുടെ ആഗ്രഹം. അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. വീട്ടിൽ കുറച്ച് സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആൾ എന്താ പറയുക ആ ഒരു രീതിയിലാണ് ആളുടെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയത്. കാര്യം അങ്കിത് നന്നായിട്ട് പഠിക്കുമായിരുന്നു, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിലും ആളുടെ പേഴ്സണൽ ലൈഫിൽ ഒരുപാടധികം ട്രാജഡീസ് നടന്നിട്ടുണ്ടായിരുന്നു. ആൾക്ക് ജസ്റ്റ് 12 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ആളുടെ ഒരേ ഒരു സിസ്റ്റർ മരണപ്പെടുകയാണ്. അതിനുശേഷം 1 വർഷം കഴിഞ്ഞപ്പോൾ ആളുടെ പേരൻസും മരണപ്പെടുകയാണ്. അതിനുശേഷം ആ ഒരു ലോൺലിനെസ്സിലായിരുന്നു ആളുടെ ലൈഫ് ആൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ആകെ പഠിക്കുക, അതേപോലെ തന്നെയുള്ള കാര്യങ്ങൾ ചെയ്യുക, അതുമാത്രമായിരുന്നു ആളുടെ ലൈഫ്. അങ്ങനെ ആൾ എന്താ പറയുക ആളുടെ ലൈഫും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തു. ആൾ വിവാഹമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. 2017 ടൈമൊക്കെ ആയപ്പോൾ കുറേ വർഷങ്ങളായിട്ട് തൻ്റെ മൈൻഡിലുള്ള PhD ചെയ്യാമെന്നുള്ള കാര്യം അദ്ദേഹം ഉറപ്പിക്കുകയാണ്. അങ്ങനെയാണ് PhD ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് എത്തുന്നത്. അങ്ങനെ റിസർച്ചും കാര്യങ്ങളൊക്കെ ഗാസിയാബാദിൽ അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുകയാണ്. പിന്നീട് 2022 അദ്ദേഹം തൻ്റെ തീസീസും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്നും ജർമ്മനിയിലോട്ട് പോയിട്ട് ബാക്കി സ്റ്റഡീസ് അവിടെ കണ്ടിന്യൂ ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിൽ തന്നെ അങ്കിത് ഭയങ്കര ബിസി ആയിരുന്നു. ആളുടെ ലൈഫ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് പെട്ടെന്നൊരു ദിവസം അദ്ദേഹം മിസ്സിങ് ആവുന്നത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ 6, 2022 അന്നത്തെ ദിവസമാണ് ഇദ്ദേഹത്തെ അവസാനമായിട്ട് ഫ്രണ്ട്സ് കണ്ടതും അതേപോലെ തന്നെ ഇദ്ദേഹം കോളിൽ ഫ്രണ്ട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായതും. അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ദിവസം അതായത് 7, 8, 9 ഡേയ്സിൽ ഇയാളുടെ ഫോണും കാര്യങ്ങളൊക്കെ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതേപോലെ തന്നെ ആളെ എങ്ങനെ കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ടും സുഹൃത്തുക്കൾക്ക് കോൺടാക്ട് ചെയ്യാനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നെ ഇയാളുടെ ഫോൺ സ്വിച്ച് ഓൺ ആയി, എന്നാലും പിന്നെ കോളൊന്നും അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇവരിങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈസും കാര്യങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു. പിന്നെ ഈ 3 ദിവസം ആളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയല്ലോ. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആകെപ്പാടെ ടെൻസ്ഡ് ആവുകയാണ്. കാരണം അങ്കിത് ഇങ്ങനെ പറയാതെ ഫോണൊന്നും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് പോകുന്ന ഒരാളല്ല, എന്ത് പറ്റിയാവോ എന്നുള്ളൊരു തോട്ട് അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് 3 ദിവസം കഴിഞ്ഞിട്ട് ആളുടെ ഫോൺ റിങ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കോളിലൊന്നും ആൾ റിപ്ലൈ ചെയ്യുന്നില്ല. അങ്ങനെ ആൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണ്. അപ്പോൾ എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ ഉള്ള രീതിയിൽ വേറെ രീതിയിലൊക്കെ മറുപടി പറയായിരുന്നു. അതായത് ഇവർ ഒഴിവാക്കുന്ന രീതിയിലുള്ള മറുപടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പറയുന്നുണ്ടായത്. അങ്ങനെ ആൾക്ക് എന്താണ് പറ്റിയത്, എന്താണ് സിറ്റുവേഷൻ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് അങ്കിത് വാടകയ്ക്ക് താമസിക്കുന്ന ആ ഒരു വാടക വീട്ടിലോട്ട് ഈ സുഹൃത്തുക്കൾ എത്തുകയാണ്. അവിടുത്തെ ഹൗസ് ഓണറുടെ അടുത്ത് ചോദിച്ചപ്പോൾ ആളും ഒക്ടോബർ 6 ആയിരുന്നു അങ്കിതിനെ അവസാനമായിട്ട് കണ്ടിട്ടുണ്ടായത്. അപ്പോൾ അങ്കിത് അന്നത്തെ ദിവസം വൈകുന്നേരം ബാഗൊക്കെ എടുത്ത് പുറത്തോട്ട് ഇറങ്ങുന്നതായിട്ട് അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നു.
പിന്നെ അങ്കിത്ത് നാട്ടിലോട്ട് പോയതായിരിക്കും എന്ന് ഫ്രണ്ട്സും വിചാരിച്ചു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും വാട്സപ്പിലൂടെ ഇയാളെ കോൺടാക്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യായിരുന്നു. അങ്ങനെ കുറച്ച് മെസ്സേജൊക്കെ അയച്ചു കഴിയുമ്പോൾ തിരിച്ച് റിപ്ലൈയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ റിപ്ലൈയിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് ആളയക്കുന്ന ഇംഗ്ലീഷ് മെസ്സേജസിലും കാര്യങ്ങളിലൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. പിന്നെ പോരാത്തതിന് ആളുടെ നേറ്റീവ് ലാംഗ്വേജിൽ ചാറ്റ് ചെയ്യുമ്പോൾ കുറേ വ്യത്യാസങ്ങളുണ്ട്. അതായത് ഇപ്പം നമ്മൾ മലയാളത്തിൽ തന്നെ, അതായത് മംഗ്ലീഷിൽ നമ്മൾ ആർക്കെങ്കിലും ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ടാവും. അതായത് ഇപ്പോൾ സ്പെല്ലിങ്സും കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ചാറ്റിംഗ് സ്റ്റൈൽ മാറിയിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരമായിട്ട് ചാറ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഫ്രണ്ട്സിനും ആ ഒരു ഡൗട്ട് അടിക്കുന്നത്. അതായത് അങ്കിത് ചാറ്റ് ചെയ്യുന്ന സ്റ്റൈലേ അല്ല ആളുടെ ഫോണിൽ നിന്നുള്ള വാട്സാപ്പ് മെസ്സേജസും കാര്യങ്ങളും ഒക്കെ തന്നെ വരുന്നുണ്ടായത്. പിന്നെ പോരാത്തതിനാണെന്നുണ്ടെങ്കിൽ എത്ര വിളിച്ചിട്ടും കോൾ എടുക്കുന്നില്ല. കോൾ എടുക്കാൻ പറയുന്ന സമയത്ത് ഞാൻ അവിടെയാണ് ഇവിടെയാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നാട്ടിലാണ്, വീട്ടിലാണ്, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായത്. ഇതൊക്കെ കൂടെ ആയപ്പോൾ ഇവരുടെ സംശയം ഇരട്ടിക്കാണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അങ്കിത്തിനെ കണ്ടുപിടിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ സുഹൃത്തുക്കൾ ഇറങ്ങുകയാണ്. അവർ നേരെ ഗാസിയാബാദിൽ നിന്ന് ഇയാളുടെ സ്വന്തം നാടായിട്ടുള്ള മുകുദ്പൂരിലോട്ട് പോവാണ് ഇയാളെ അന്വേഷിച്ചുകൊണ്ട്. അങ്ങനെ ഇയാളുടെ വീടിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവർക്ക് അറിയായിരുന്നു. അവിടെ എത്തി നോക്കുമ്പോൾ ആ ഒരു വീടും കാര്യങ്ങളൊക്കെ പൂട്ടിക്കിടക്കായിരുന്നു. അപ്പോൾ നൈബേഴ്സിൻ്റെ അടുത്ത് അങ്കിത്തിനെ കുറിച്ച് ഇങ്ങേറ്റ് ചോദിക്കുകയാണ്. അതേപോലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യം അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ആ ഒരു കാര്യമാണ് അവർ പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞതും. അപ്പോൾ അതിൻ്റെ ശേഷമാണ് ഇദ്ദേഹത്തിന് ആ ഒരു കേസിൽ എന്തൊക്കെയോ പന്തികേടുണ്ടെന്ന് തോന്നിയതും പിന്നീട് ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതും. യെസ്, അങ്കിത്തിൻ്റെ നാട്ടിലോട്ട് പോയി വന്ന ഉടനെ തന്നെയായിരുന്നു ഡിസംബർ 12-ാം തീയതി ഇവർ പോലീസ് സ്റ്റേഷനിൽ അത്തരത്തിലുള്ള മിസ്സിംഗ് കേസും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ പോലീസുകാർ ആദ്യം തന്നെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഫോൺ സിഗ്നൽ ട്രാക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ പല സ്ഥലങ്ങളിൽ ഇയാൾ ട്രാവൽ ചെയ്തതിൻ്റെ ഡാറ്റാസും കാര്യങ്ങളും പോലീസിന് ലഭിക്കുകയാണ്. ലാസ്റ്റ് ആൾ ഉത്തരാഖണ്ഡാണ് ഉള്ളത് എന്നുള്ളതും പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടും ATM കാര്യങ്ങൾ ഡീറ്റെയിൽസും ഒക്കെ ട്രാക്ക് ചെയ്തപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ച മറ്റൊരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 2 മാസത്തിൽ ആൾ പലതവണ 40,000 30,000 ഒക്കെ വെച്ച് കയറ്റി ATM-ൽ നിന്ന് ക്യാഷ് വലിച്ചിട്ടുണ്ട്. ബാങ്ക് ട്രാൻസ്ഫറും നടത്തിയിട്ടുണ്ട്. അതായത് നെറ്റ് ബാങ്കിങ് വഴി ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഏകദേശം 20 ലക്ഷത്തോളം രൂപയാണ് ആളുടെ അക്കൗണ്ടിൽ നിന്നും ആ ഒരു ചെറിയ ടൈം പീരീഡിനുള്ളിൽ മാറ്റിയിട്ടുണ്ടായത്. ഈ ഡാറ്റാസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അങ്കിത്ത് എവിടെയെങ്കിലും കറങ്ങാൻ പോയതായിരിക്കും. ഫ്രണ്ട്സുമായിട്ട് ആൾക്ക് വലിയ കാര്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഇവരുടെ അടുത്ത് നിന്നൊരു ഡിസ്റ്റൻസ് ഇട്ടേക്കുന്നത് എന്നുള്ള തോട്ടായിരുന്നു പോലീസുകാർക്ക് ഉണ്ടായത്. അതായത് ഇപ്പോൾ അയാളെ കിഡ്നാപ്പ് ചെയ്യുകയോ അപായപ്പെടുത്തുകയോ ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ആളുടെ ഫോണും കൂളായിട്ട് പോക്കറ്റിലിട്ടും കയറ്റി നടക്കുമല്ലോ, അങ്ങനെയുള്ളൊരു തോട്ടിലോട്ടാണ് പോലീസുകാർ പോയത്. എന്നാലും ഫ്രണ്ട്സിന് അത് വിടാനായിട്ട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർ വീണ്ടും പോലീസിനെ പ്രഷർ ചെയ്യാണ്. അതായത് ഇപ്പോൾ അങ്കിത്ത് ATM-ലൊക്കെ കയറി പൈസ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ATM-ലത്തെ ഫുട്ടേജൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അങ്കിത്ത് തന്നെയാണോ എന്ന് അറിയാൻ പറ്റുമല്ലോ. ആൾ തന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആൾ എവിടെയാണെന്നുണ്ടെങ്കിലും ഹെൽത്തി ആയിട്ട് ഇരിക്കേണ്ടല്ലോ, അത്ര അറിഞ്ഞാൽ മതി. ഇനിയിപ്പോൾ ആളല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വിഷയമല്ലേ എന്നുള്ളൊരു രീതിയിൽ ഇവർ പോലീസിനെ പ്രഷർ ചെയ്യാണ്. അതിന് ശേഷം പോലീസുകാർ ഈ ATM-ലത്തെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുകയാണ്. അപ്പോൾ അവർ നോക്കുന്ന സമയത്ത് മാസ്കും കാര്യങ്ങളൊക്കെ ധരിച്ച ഒരാളായിരുന്നു ATM-ൽ നിന്ന് പൈസയും കാര്യങ്ങളൊക്കെ വിത്ഡ്രോ ചെയ്ത് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ അടുത്തതായിട്ട് എന്താ പറയുക, ഇത് അങ്കിത്താണോ എന്ന് കൺഫേം ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് അങ്കിത്തിൻ്റെ ആ ഒരു കേസ് കൊടുത്ത സുഹൃത്തുക്കളെ പോലീസുകാർ വിളിപ്പിക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ഫുട്ടേജ് കാണിച്ചു കൊടുത്തു. അപ്പോൾ ആളുടെ ബോഡി ലാംഗ്വേജും ബോഡി സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഉടനെ തന്നെ അത് അങ്കിത്തല്ല എന്നുള്ളൊരു കാര്യം ഈ ഫ്രണ്ട്സിന് മനസ്സിലാവുകയാണ്. അവർ പോലീസുകാരുടെ അടുത്ത് പറയുകയും ചെയ്തു, ഇത് അങ്കിത്തല്ല, ഇത് വേറെ ആരോ ആണെന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു ATM കാർഡ് യൂസ് ചെയ്ത് കയറ്റി കാശ് വിത്ഡ്രോ ചെയ്ത ഈ ഫോൺ കയ്യിലുള്ളവനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്കിത്തിന് എന്താണ് പറ്റിയതെന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും എന്നുള്ളത് പോലീസിന് മനസ്സിലായി. അങ്ങനെ ആൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ അങ്കിത്ത് താമസിച്ചിരുന്ന ആ ഒരു വാടക വീട്ടിൽ നിന്ന് എന്തെങ്കിലും തെളിവുകളോ മറ്റോ ലഭിക്കുമോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അവർ നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കുകയാണ്. അപ്പോൾ ഉമേഷ് ശർമ്മ എന്നായിരുന്നു കേട്ടോ ഹൗസ് ഓണറുടെ പേര്. അപ്പോൾ ആളുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ലാസ്റ്റായിട്ട് അങ്കിത്തിനെ എന്നാണ് കണ്ടതെന്നുള്ളത്. അപ്പോൾ ഒക്ടോബർ 6-ാം തീയതി ഇതേപോലെ തന്നെ അങ്കിത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഇവിടെ നിന്ന് എന്തോ ബാഗ് എടുത്ത് പോകുന്നതാണ് ലാസ്റ്റായിട്ട് കണ്ടത്. പിന്നെ ആൾ കണ്ടിട്ടില്ല, വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കിട്ടിയിട്ടുമില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഹൗസ് ഓണറും പോലീസുകാരുടെ അടുത്ത് പറഞ്ഞത്. യെസ്, ആള് ഈ ഒരു അങ്കിത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞ സെയിം സ്റ്റേറ്റ്മെൻറ്റ് തന്നെയായിരുന്നു ആൾ പോലീസിൻ്റെ അടുത്തും പറഞ്ഞത്. അപ്പോൾ പോലീസുകാർ ചോദിച്ചു, ഞങ്ങൾക്ക് ആ ഒരു വീടും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഇയാൾ ഓക്കെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി കണ്ടോ, എന്താ നോ പ്രോബ്ലം എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസുകാർ ആ ഒരു വീടിനകത്ത് കയറിയിട്ട് അവരുടെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും എല്ലാം തന്നെ തുടങ്ങുകയാണ്. പോലീസുകാർ മാത്രമല്ല, ഫോറൻസിക് ടീമും ആ ഒരു സമയത്ത് അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോലീസുകാരെ നൈബേഴ്സിൻ്റെ അടുത്തും മറ്റുമൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഈ അങ്കിത്തും അതുപോലെ തന്നെ ഉമേഷിൻ്റെ വൈഫും തമ്മിൽ ഭയങ്കര ക്ലോസ് ആണെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിച്ചു കേട്ടോ.
അതായത് ഇവർക്കിടയിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധമുണ്ടോ എന്നുള്ളൊരു സംശയവും പോലീസിന് ആ സമയത്ത് ഉണ്ടാവുകയാണ്. എന്തൊക്കെയാണെങ്കിലും പോലീസുകാർ ആ ഒരു വീട് മുഴുവനായിട്ട് അരിച്ചു പറക്കുകയാണ്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ചില തെളിവുകൾ പോലീസിന് ലഭിച്ചത്. യെസ്, ആളുടെ വീടിൻ്റെ അകത്ത് നിന്ന് ചെറിയ ചെറിയ ബ്ലഡ് സ്റ്റെയിൻസും കാര്യങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചു. ഓൾറെഡി അത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിലും ബാക്കി കുറച്ച് പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കൂടെ കണ്ടപ്പോൾ ഉമേഷിനെ പോലീസിന് സംശയം തോന്നുകയാണ്. അതായത് ഉമേഷിൻ്റെ വൈഫും ഈ ഒരു അങ്കിത്തും തമ്മിൽ എന്തെങ്കിലും അഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാവും. അത് മനസ്സിലാക്കിയിട്ടുള്ള ഉമേഷ് ഇയാളെ കൊലപ്പെടുത്തിയതായിരിക്കാം എന്നുള്ളൊരു സംശയത്തിലോട്ടായിരുന്നു പോലീസുകാരെത്തിയത്. അങ്ങനെ പോലീസുകാർ ഉമേഷിൻ്റെ വീടും കൂടെയും പരിശോധിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആളുടെ വീട് മുഴുവനായിട്ട് അരിച്ചു പറക്കുകയാണ്. അപ്പോൾ പോലീസിന് ഒരു ചെറിയ വാള് കിട്ടി. അതിൽ ബ്ലഡ് സ്റ്റെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അങ്കിത്തിൻ്റെ മിസ്സിങ്ങുമായിട്ട് ഇയാൾക്ക് എന്തായാലും ബന്ധമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയ പോലീസുകാർ നേരെ തന്നെ ഉമേഷ് ശർമ്മയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ആദ്യം ഉമേഷിനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ആളൊന്നും അറിയില്ല എന്നുള്ളത് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ആദ്യം പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അന്നത്തെ ദിവസം വൈകുന്നേരം ഇയാൾ ബാഗ് എടുത്ത് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു എന്നുള്ളത് മാത്രമായിരുന്നു ആളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായത്. പോലീസുകാർ അവർക്ക് തെളിവുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, എങ്ങനെയാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് പോലീസ് സ്റ്റൈലിൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവസാനം ആ ഒരു ഉമേഷ് സമ്മതിക്കുകയായിരുന്നു അങ്കിത്തിനെ താനാണ് കൊലപ്പെടുത്തിയതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഉമേഷിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ അടുത്തൊരു കമ്പൗണ്ടറായിട്ടായിരുന്നു ഇയാൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഒരു അങ്കിത്ത്. കുറച്ച് നാളുകൾക്ക് മുൻപ് അങ്കിത്ത് തൻ്റെ നാട്ടിലുള്ള കുറച്ച് പ്രോപ്പർട്ടി വിറ്റിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 കോടി രൂപക്കായിരുന്നു ആൾ ആ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ വിറ്റിട്ടുണ്ടായത്. അപ്പോൾ ഈ ഒരു ഉമേഷിൻ്റെ വൈഫും അങ്കിത്തും തമ്മിൽ ഭയങ്കര ക്ലോസ് ആയതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉമേഷിൻ്റെ വൈഫിൻ്റെ അടുത്ത് അങ്കിത്ത് ഷെയർ ചെയ്യാണ്. അതായത് ഇവർ തമ്മിൽ വേറെ തരത്തിലുള്ള ബന്ധവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ അങ്കിത്തിനാണെന്നുണ്ടെങ്കിൽ വേറെ ആരുമില്ല. അപ്പോൾ ഇയാൾക്ക് ആ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ ഒരു സിസ്റ്ററിനെ പോലെയൊക്കെ ആയിരിക്കും തോന്നിയിട്ടുണ്ടാവുക. അതായത് അത്രയും ക്ലോസ് ആയിരുന്നു, തൻ്റെ സ്വന്തം പെങ്ങളെ പോലെ ആയിരുന്നു ആ ഒരു സ്ത്രീ അയാൾ കണ്ടിരുന്നത്. അങ്ങനെയാണ് ഈ ഒരു വിവരം ഉമേഷ് അറിയുന്നത്. അപ്പോൾ ഉമേഷ് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ബിസിനസ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അയാളുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഒരു വിവരം പറഞ്ഞ ആൾ അങ്കിത്തിൻ്റെ അടുത്ത് ഒരു ഹെൽപ്പ് ചോദിക്കുകയാണ്. ആൾക്കൊരു ബിസിനസ് കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് 40 ലക്ഷം രൂപ വേണം, അത് തന്ന് സഹായിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ആൾ ചോദിച്ചത്. ഇപ്പോൾ വലിയൊരു എമൗണ്ടാണ് 40 ലക്ഷം രൂപ. അപ്പോൾ ഓൾറെഡി ആളുടെ കയ്യിൽ കാശുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയായിരുന്നു ഇയാൾ ചോദിച്ചത്. എന്നാലും അത്രയും വലിയൊരു എമൗണ്ട് കൊടുക്കുമോ എന്നുള്ളതിൽ ആൾക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അങ്കിത് ഭയങ്കര ശുദ്ധനായിട്ടുള്ള ഒരാളായിരുന്നു. അതേപോലെ തന്നെ ഇയാളുടെ വൈഫുമായിട്ട് അത്രയും എന്താ പറയുക അടുത്തിടപഴകുന്ന ഒരാളായിരുന്നു. അതേപോലെ തന്നെ തൻ്റെ സ്വന്തം സിസ്റ്ററിനെ പോലെ കണ്ടിരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു എമൗണ്ട് അദ്ദേഹം കൊടുക്കാമെന്ന് പറയുകയാണ്. അതേപോലെ തന്നെ യാതൊരു എഗ്രിമെൻറ്റും ഇല്ലാതെ ഇത്രയും പൈസ ഈ ഉമേഷിന് അങ്കിത്ത് കൊടുക്കുകയും ചെയ്തു. 6 മാസം കഴിഞ്ഞാൽ പൈസ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ആളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് അങ്കിത്തിന് ജർമ്മനി പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിനായിട്ട് ആൾക്ക് ക്യാഷിൻ്റെ കുറച്ച് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് ആൾ വീണ്ടും ഉമേഷിൻ്റെ അടുത്ത് എത്തിയിട്ട് ഈ പൈസ തിരിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. അതായത് ഞാൻ തന്ന മുഴുവൻ പൈസ ഒന്നും എനിക്കിപ്പോൾ വേണ്ട, എനിക്ക് കുറച്ച് ക്യാഷിൻ്റെ ആവശ്യമുണ്ട്, അത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്നാൽ പൈസ തിരിച്ചു കൊടുക്കാനുള്ള യാതൊരു ഉദ്ദേശവും ഉമേഷിന് ഉണ്ടായിരുന്നില്ല. പിന്നെ കടം വാങ്ങിയപ്പോൾ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ വെക്കാതിരുന്നത് കൊണ്ട് തന്നെ വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് ആൾക്ക് അറിയായിരുന്നു. എന്നാൽ അവിടെ കൊണ്ടൊന്നും നിർത്താനായിട്ട് ആൾ തയ്യാറായിരുന്നില്ല. ജസ്റ്റ് ഈ 40 ലക്ഷമല്ല ആളുടെ ലക്ഷ്യമായിരുന്നത്. ഇയാളുടെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്ന 60 ലക്ഷം രൂപ കൂടെ എങ്ങനെ കൈക്കലാക്കാം എന്നായിരുന്നു ഉമേഷ് ആലോചിക്കുന്നുണ്ടായത്. അത്രയും കാശ് തങ്ങളുടെ കയ്യിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹാപ്പി ആയിട്ട് ബിസിനസ് ചെയ്യാമെന്നും അതേപോലെ തന്നെ ആ ഫണ്ട് വെച്ച് ഇങ്ങനെ ലക്ഷറി ആയിട്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഇയാളുടെ പ്ലാൻ. പിന്നെ ഈ അങ്കിത്തിനാണെന്നുണ്ടെങ്കിൽ ചോദിക്കാനും പറയാനും ആരുമില്ല. ആളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും തന്നെ ചെറുപ്പത്തിലെ തന്നെ മരിച്ചു പോയതാണ്. പിന്നെ കുറച്ച് റിലേറ്റീവ്സ് ഉള്ളൂ, അവരൊന്നുമായിട്ട് വലിയ കണക്ഷനും ഈ ഒരു അങ്കിത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്കിത്തിന് ഇല്ലാതാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരില്ല, ആരും ആളന്വേഷിച്ച് വരാനുള്ള സാധ്യതയില്ല എന്നുള്ളൊരു തോട്ടിലായിരുന്നു ഈ ഉമേഷ് ഉണ്ടായത്. അങ്ങനെ അയാളെ ഈ ഒരു ഭൂലോകത്ത് നിന്ന് തന്നെ പറഞ്ഞയക്കാനായിട്ട് ഉമേഷ് തീരുമാനിക്കുകയാണ്. ആൾ കാര്യങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാണ്. ആൾ പ്ലാൻ ചെയ്ത പ്രകാരം ഒക്ടോബർ 6-ാം തീയതി ഈ ഒരു അങ്കിത്തുമായിട്ട് സാധാരണഗതിയിൽ ആളിങ്ങനെ സംസാരിക്കുകയായിരുന്നു. ആ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരുന്ന ഒരു ജ്യൂസ് എടുത്തിങ്ങായിട്ട് ഈ അങ്കിത്തിനോട് കൊടുത്തു. ആ ജ്യൂസിൽ ഓൾറെഡി ഇയാൾ താൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മോഷ്ടിച്ചിട്ടുണ്ടായിരുന്ന ഉറക്കഗുളികയും കാര്യങ്ങളൊക്കെ പൊടിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അങ്കിത്ത് അൺകോൺഷ്യസ് ആവുകയാണ്. അതിനുശേഷം അങ്കിത്തിൻ്റെ വാടക വീട്ടിൽ വെച്ച് തന്നെ, അതായത് നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്കിത്ത്. അതിനുശേഷം ഇയാളെ കഴുത്ത് ഞെരിച്ച് ഉമേഷ് കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപ്പെടുത്തിയതിന് ശേഷം ഈ ഒരു ബോഡി അങ്ങനെ ഡിസ്പോസ് ചെയ്യാന്നുള്ളതായി ആളുടെ ചിന്ത. അപ്പോൾ ഈ ബോഡി പാർട്സ് ആക്കിയിട്ട് നഗരത്തിലെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് വേസ്റ്റൊക്കെ കൂടുതലായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യാമെന്നുള്ള തീരുമാനത്തിലോട്ട് ആളെത്തുകയാണ്. അങ്ങനെ ആ ഒരു വാടക വീട്ടിൽ വെച്ച് തന്നെ ആൾ
അങ്കിത്തിൻ്റെ ബോഡി പീസാക്കി. പിന്നെ ഈ ഒരു കൊലപാതകവും കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം അങ്കിത്തിൻ്റെ ഫോണും ആൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാണ്ടോ. ബോഡി ഏകദേശം 3 പീസാണ് ഇയാളാക്കിയത്. അതിനുശേഷം തൻ്റെ സുഹൃത്തിൻ്റെ കാർ ആൾ എന്താ പറയുക കടായിട്ട് വാങ്ങായിരുന്നു. എന്നിട്ട് ആ ഒരു കാറിലാണ് ഗാസിയാബാദിലത്തെ പല ഭാഗങ്ങളിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഈ ബോഡി പാർട്സൊക്കെ ഡംപ് ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ 3 ദിവസമൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ആൾ ഫോൺ സ്വിച്ച് ഓൺ ആക്കുകയാണ്. അപ്പോൾ തുരുതുരാ കോളുകളും മെസ്സേജുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്കിത് ജീവനോടെ ഇരിക്കുകയാണെന്നുള്ളൊരു അലബൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരതിൻ്റെ പിന്നാലെ പൊക്കോളും. ഇപ്പോൾ പോലീസുകാരൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നാലെ പൊക്കോളും. എന്തായാലും തൻ്റെ അടുത്തോട്ട് ഇത് തിരിഞ്ഞു വരാനായിട്ടുള്ളൊരു സാധ്യത ഇല്ല എന്ന് തോന്നിയ അയാൾ അത്തരത്തിലുള്ള ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ആൾക്ക് ഒരാളുടെ ഹെൽപ്പ് വേണമായിരുന്നു. അതിന് ആൾ ഒപ്പം കൂട്ടിയത് വേറെ ആരെയും ആയിരുന്നില്ല, ആളുടെ തന്നെ ഒരു കസിനെ ആയിരുന്നു. പ്രാവേശ് ശർമ്മ എന്നായിരുന്നു കേട്ടോ ആളുടെ പേര്. അപ്പോൾ അങ്കിത്തിൻ്റെ മുറി പരിശോധിച്ചപ്പോൾ ആളുടെ ATM-ൻ്റെ പിന്നും നെറ്റ് ബാങ്കിങ്ങിൻ്റെ ഡീറ്റെയിൽസും എല്ലാം തന്നെ ഇയാൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പിന്നെ ഇയാളുടെ ഫോണിൻ്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. അങ്ങനെ ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഈ ഒരു പയ്യൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് ആ പയ്യനോട് പല സ്ഥലങ്ങളിൽ കറങ്ങി നടക്കാനായിട്ട് പറയുകയാണ്. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ATM-ൽ നിന്ന് പൈസ എടുത്തോ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോ, കാശ് ട്രാൻസ്ഫർ ചെയ്തോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതായത് ഞാൻ ഈ ഒരു കൊലപാതകം നടത്തി അപ്പോൾ നല്ലൊരു ഫണ്ട് ഞാൻ അടിച്ചിട്ടുണ്ട്, എൻ്റെ കൂടെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ലൊരു എമൗണ്ട് നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇയാളെയും ഈ ഒരു ഉമേഷ് കൂടെ കൂട്ടിയിട്ടുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രാവേശ് നേരെ തന്നെ പല നാടുകളിൽ ട്രാവൽ ചെയ്തതും അതേപോലെ തന്നെ ATM-ൽ നിന്ന് ഇതേപോലെ തന്നെ ക്യാഷ് വിഡ്രോ ചെയ്തതും അതേപോലെ ഈ ക്യാഷും കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായതും. പിന്നെ ഈ ഒരു കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്കിത്തിൻ്റെ ബോഡി കണ്ടുപിടിക്കാനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചില്ല കേട്ടോ. ആകപ്പാടെ കിട്ടിയ തെളിവുകൾ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കിത്ത് താമസിച്ചിരുന്ന ആ ഒരു റൂമിലുണ്ടായിരുന്ന കുറച്ച് ബ്ലഡ് സ്റ്റെയിൻസും കാര്യങ്ങളും, പിന്നെ ഇയാളുടെ വീട്ടിൽ കുറച്ച് ബ്ലഡ് സ്റ്റെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ടൂളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇയാളുടെ ഫ്രണ്ടിൻ്റെ കാറിൽ ഈ അങ്കിത്തിൻ്റെ എന്താ പറയുക ബോഡി കൊണ്ടുപോകാനായിട്ട് യൂസ് ചെയ്ത കാറ്, അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് ഹെയർ സാമ്പിൾസൊക്കെ കിട്ടി. അപ്പോൾ ആകപ്പാട് ഇത്രയും തെളിവുകളും കാര്യങ്ങളാണ് പോലീസിന് ലഭിച്ചിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് എത്രത്തോളം സ്ട്രോങ് ആയിരിക്കും എന്നൊക്കെ പറയാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ വിധി വരുമ്പോൾ മേ ബി ഇവർ പുറത്ത് വരാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. കാരണം ബോഡി കിട്ടിയിട്ടില്ല, സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിഡൻസസ് ഉണ്ട് എന്നുണ്ടെങ്കിലും അത്രയും സോളിഡ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആയിട്ട് പറയാനായിട്ട് സാധിക്കില്ല. അങ്കിത്തിന് റിലേറ്റീവ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇയാളെ കൊലപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇയാൾ മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഇയാളെ അന്വേഷിച്ച് വരില്ല എന്നുള്ളൊരു തോട്ടായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇയാൾക്ക് കുറച്ച് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഈ ഉമേഷും മറന്നു പോയിട്ടുണ്ടായിരുന്നു. യെസ്, ആളുടെ സുഹൃത്തുക്കൾ ആളെ കാണാതായപ്പോൾ ആളെ അന്വേഷിച്ചിറങ്ങിയായിരുന്നു. അങ്ങനെ അവരുടെ ആ ഒരു ഇതിൻ്റെ എന്താ പറയുക അവരത്രത്തോളം അന്വേഷിച്ചത് കൊണ്ടും അത്രത്തോളം പോലീസിനെ പ്രഷർ ചെയ്തത് കൊണ്ടും അങ്ങനെ അവർ ഈ ഒരു കേസിൻ്റെ പിന്നാലെ നടന്നതുകൊണ്ടുമാണ് ഈ ഒരു കേസ് ഇപ്പോൾ തെളിയിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായത്. അല്ലേ, നിങ്ങൾ തന്നെ പറ. അപ്പോൾ ഈ ഒരു കേസിനെ കുറിച്ചും കാര്യം കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റജീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.